കയർ വ്യവസായത്തിൻ്റെ ചുമതല കൂടി എനിക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കയർ വ്യവസായം വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു കാലമാണ്. കയർ മാത്രമല്ല, പരമ്പരാഗത വ്യവസായങ്ങളാകെ കേരളത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. കയർ, കൈത്തറി, കശുവണ്ടി ഈ മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഒരു കാലത്ത് ആലപ്പുഴയാണ് കയറിൻ്റെ ഇപ്പോഴും കയറിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ആലപ്പുഴ. അപ്പോൾ കയർത്തൊഴിലാളികളും ഒരു ഭാഗത്ത് പിരിമേഖലയാണ്. ഞങ്ങളുടെയൊക്കെ മണ്ഡലങ്ങളിൽ പിരിമേഖലയാണ്. ഇവിടെയാണ് ഫാക്ടറികളും കയർ ഉൽപ്പന്നങ്ങളും ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളും മറ്റ് സ്ഥാപനങ്ങളും ഉള്ളത്. ഇത്തവണ 157 കോടി രൂപയാണ് കയറിന് വേണ്ടി ആകെ മൊത്തത്തിൽ ബഡ്ജറ്റിൽ വിവിധ ഹെഡുകളിലായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടായി. ഞാനിത് കയർ വകുപ്പിൻ്റെ കൂടെ ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യം കയർ കോർപ്പറേഷൻ, കയർ ബോർഡ്, കയർ കോർപ്പറേഷൻ, കയർ ഫെഡ്, കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അതോടൊപ്പം തന്നെ കയർ മെഷീനറി മാനുഫാക്ചറിങ്, അവരുടെ MD-മാരുടെ യോഗം ഞാൻ വിളിച്ചു. ആ MD-മാരുടെ യോഗത്തിൽ അതിൻ്റെ സ്ഥിതിഗതികൾ എന്തെല്ലാമാണെന്ന് വിലയിരുത്തി. വളരെയേറെ പരിഷ്കരണം വേണ്ടി വരുന്ന ഒരു മേഖലയായിട്ടാണ് എനിക്ക് അവരുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് തൊഴിലാളി നേതാക്കന്മാരുടെ യോഗം തിരുവനന്തപുരത്ത് വെച്ച് വിളിച്ചു, സെക്രട്ടേറിയറ്റ്. അവരുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. ഇനി എക്സ്പോർട്ടേഴ്സുമായിട്ടുള്ള യോഗം 4-ാം തീയതി, ജൂലൈ 4-ാം തീയതി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൂടുന്നു. അപ്പോൾ മൊത്തത്തിൽ കയർ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച നടത്തി എങ്ങനെ പുനരുദ്ധരിക്കാം, എങ്ങനെ ശക്തിപ്പെടുത്താം എന്നുള്ള കാര്യത്തെപ്പറ്റിയാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. ഈ മേഖലയിൽ ധാരാളം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അവരുടെ കൂലി വർധനവിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുണ്ട്. ഗവൺമെൻറ് ഇൻകം സപ്പോർട്ട് സ്കീം നടപ്പാക്കുന്നുണ്ട്. കയർ സംഘങ്ങൾ വലിയ തോതിൽ പല സംഘങ്ങളും സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്നു. മൂലധനമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയാതെ മുടങ്ങിക്കിടക്കുന്ന ധാരാളം സംഘങ്ങളുണ്ട്. എന്നാൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളുമുണ്ട്, നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി പരിശോധിച്ച ശേഷം ഒരു പ്രായോഗിക സമീപനം കയർ മേഖലയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് കയർ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വ്യവസായത്തെ എങ്ങനെ ശക്തിപ്പെടുത്താം, ഈ വ്യവസായത്തെ എങ്ങനെ പുനരുദ്ധരിക്കാം. ഇപ്പോഴും വിദേശ വിപണി കണ്ടെത്താൻ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. ഹൈലി കോമ്പറ്റീറ്റീവാണ് വിദേശ മേഖല എന്ന് പറയുന്നത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കയറിൻ്റെ, അതോടൊപ്പം തന്നെ മത്സ്യസമ്പത്തിൻ്റെ, കടലും ബാക്ക് വാട്ടേഴ്സും ഉള്ളതുകൊണ്ട് ടൂറിസത്തിൻ്റെ ഒക്കെ അനന്തമായ സാധ്യതകളുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ ഇതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഒരു ഏകദേശ രൂപമാണ് ഈ ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ല, ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആരോഗ്യ, എക്സൈസ്, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെ കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ തുഫാൻ നടപ്പാക്കുന്നത്. അത് ഒരു തരത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. എല്ലായിടത്തും പോലീസ് അതിസമർത്ഥമായി ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനത്തെ തടയാനുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ്. ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഒരാളുടെയും ശുപാർശകൾ ഈ കാര്യത്തിൽ കേൾക്കാൻ പാടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവരുടെ ഡ്യൂട്ടിയിൽ ഒരു ദിവസം വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും.
രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ അല്ലാത്തവരുടെയോ ശുപാർശകൾ കേൾക്കാൻ പാടില്ല. കാരണം ഇത് കേരളീയ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം. ഇന്നലെ ഞാൻ കോഴിക്കോട് വെച്ച് പറഞ്ഞത് ആംബുലൻസ് രോഗിയില്ല, ഇത് ശബ്ദം മുഴക്കി പോവാണ്. പല ആംബുലൻസിലും ഇത് ഡ്രൈവർമാർ മയക്കുമരുന്ന് വിൽക്കാൻ അത് പ്രേരിപ്പിക്കുന്നതിനുള്ള പരാതി വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കൊണ്ടുവരുന്നവരുണ്ടല്ലോ, ആളുകൾ ഈ ഓൺലൈനിലൂടെ വിളിച്ചു പറഞ്ഞ ഫുഡ് കൊണ്ടുവരുന്നത്, അവരെ സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ സ്ഥാപനം, അവരെ പറ്റിയും പരാതി വരുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് മുന്നറിയിപ്പാണ്, ഈ പരിപാടി അവസാനിപ്പിക്കുന്നത്. സൊമാറ്റോ അതോടൊപ്പം തന്നെ സ്വിഗ്ഗി ഈ വലിയ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അവരാണ് ഇതിന്റെ പലയിടത്തും ഇത് കൊണ്ട് കൊടുക്കുന്നത്. കാരണം അവരെ ആരും ചെക്ക് ചെയ്യാറില്ല, ഫുഡ് കൊണ്ടുപോകല്ലേ. അപ്പം അവരോട് ഞാൻ പറയും, നിങ്ങളിത് അവസാനിപ്പിക്കണം. വെറുതെ ആവശ്യമില്ലാതെ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട നടപടി ഉണ്ടാകരുത്. ഇതുവരെ ചെയ്തൊക്കെ ചെയ്തു, ഇത് അവസാനിപ്പിക്കണം. ഇത് ചെയ്താൽ അവരെ ഞങ്ങൾ പോലീസ് പരിശോധിക്കും, കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും. 26-ാം തീയതി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് MLA-മാരുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രതിജ്ഞയെടുക്കുകയും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്കൂളിൽ ഓരോ നിയോജക മണ്ഡലങ്ങളിലും അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണ് ഈ ജൂൺ 26. അന്ന് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പരിപാടി ഉണ്ടാകും. MP-മാർ പങ്കെടുക്കും, പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനകീയ മുന്നേറ്റമായി ഓപ്പറേഷൻ തുഫാൻ മാറ്റാനാണ്. ഓപ്പറേഷൻ തുഫാൻ മൂന്ന് കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, ഓപ്പറേഷൻ സ്ട്രൈക്ക്, പോലീസ് കടന്നു ചെന്ന് അത് റെയ്ഡ് ചെയ്ത് പിടിക്കുക. ഇപ്പം ജനങ്ങൾ റെയ്ഡ് ചെയ്ത് തുടങ്ങി, പഞ്ചായത്തുകൾ പോയി റെയ്ഡ് ചെയ്യുന്നു, നല്ല കാര്യമാണ്. പോലീസ് റെയ്ഡ് ചെയ്ത് ലഹരി ഉൽപ്പന്നങ്ങൾ പിടിക്കുന്നു, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിക്കുന്നു, മയക്കുമരുന്ന് പിടിക്കുന്നു. ഇതുവരെ ഞങ്ങൾ കഴിഞ്ഞ 17 ദിവസമായി 15 കോടി രൂപയുടെ അടുത്ത സാധനങ്ങൾ പിടിച്ചു. വർത്ത് 15 കോടി രൂപ വില വരുന്ന ഈ മയക്കുമരുന്ന് സാധനങ്ങൾ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ 3000-ത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തേത് തുഫാൻ വാരിയേഴ്സ്, എല്ലാവരെയും വാരിയേഴ്സ് ആക്കും. എൻ്റെ ആദ്യത്തെ വാരിയേഴ്സ് മോഹൻലാലാണ്. ഇന്നലെ ഞാൻ കുറച്ച് മത നേതാക്കളെ കണ്ടവരെയൊക്കെ ഓപ്പറേഷൻ തുഫാൻ വാരിയേഴ്സ് ആക്കി. കേരളത്തിലെ എല്ലാ SPC കുട്ടികളും തുഫാൻ വാരിയേഴ്സാണ്. അപ്പം ജനങ്ങളൊട്ടാകെ തുഫാൻ വാരിയേഴ്സായി മാറണം. പത്രപ്രവർത്തകരടക്കമുള്ളവർ തുഫാൻ വാരിയേഴ്സായിട്ട് മാറണം. ഇത് നിർത്തണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ മതിയാവൂ. മൂന്നാമത്തേത് തുഫാൻ കെയർ. കാരണം ഇത് ഉപയോഗിച്ചു കാലാകാലങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഇത് നിർത്തുമ്പോഴുണ്ടാകുന്ന വിഡ്രോവൽ സിൻഡ്രം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വന്ന ആളുകളുണ്ടാകും. അവരെ ട്രീറ്റ് ചെയ്യാനുള്ള നടപടിയും ഞങ്ങൾ കൈക്കൊള്ളും. അങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഇത് ചെയ്യുന്നത്. 3 ഘടകങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓപ്പറേഷൻ തുഫാൻ ഒരു വൻപിച്ച വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നു. ഇതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഇത് ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു വലിയ മുന്നേറ്റമാണ്. അല്ല, ഹരിപ്പാട് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. നേരത്തെ അത് കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്താണ് ഹരിപ്പാട് മെഡിക്കൽ കോളേജ് എന്നൊരു ആശയം ഉയർന്നു വന്നത്. അന്ന് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളത്. അന്ന് ആ മെഡിക്കൽ കോളേജിന് വേണ്ടി 25 ഏക്കർ സ്ഥലം എടുത്തു. കരുവാറ്റായിൽ പ്ലീസ് 25 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു. അന്ന് അവിടെ ഒരു ഓഫീസ് വന്നു, ഒരു നോഡൽ ഓഫീസറെ വെച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ഗവൺമെൻറ് മാറിയത്. ഗവൺമെൻറ് മാറിയപ്പോൾ അങ്ങനെ മെഡിക്കൽ കോളേജ് വേണ്ട എന്ന നിലപാടാണ് LDF ഗവൺമെൻറ് സ്വീകരിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ, ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യ ശുശ്രൂഷയ്ക്കുള്ള ബുദ്ധിമുട്ടുള്ള ജില്ല.
കേരളത്തിലെ ഏത് ജില്ലയിലാണ് 3-4 മെഡിക്കൽ കോളേജ് ഇല്ലാത്തത്? തിരുവനന്തപുരത്ത് എത്ര മെഡിക്കൽ കോളേജ്? 3-4 മെഡിക്കൽ കോളേജ്. കൊല്ലത്ത് 3 മെഡിക്കൽ കോളേജ് ഉണ്ട്, 1-2 മെഡിക്കൽ കോളേജ്. പത്തനംതിട്ടയിൽ 1 മെഡിക്കൽ കോളേജ് ഉണ്ട്. കോട്ടയത്ത് എത്ര 1-2 മെഡിക്കൽ കോളേജ്? ആലപ്പുഴ, എറണാകുളത്ത് എത്ര മെഡിക്കൽ കോളേജ് ഉണ്ട്? 3-4 മെഡിക്കൽ. തൃശ്ശൂരുണ്ട് 3 മെഡിക്കൽ കോളേജ്. പാലക്കാട് തന്നെ ഉണ്ട് 3 അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായാൽ അവർ ഒന്നുകിൽ ആലപ്പുഴ വണ്ടാനത്ത് വരേണ്ടി വരും, അവിടുന്ന് കഴിയുന്നില്ലെങ്കിൽ നേരെ എറണാകുളത്ത് പോകും. ഇപ്പോൾ വണ്ടാനത്തെ ഇന്നലെ പ്രിൻസിപ്പലായിരുന്ന റിട്ടയർ ചെയ്ത പത്മകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ രോഗികളാണ് വരുന്നത്. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ ദുർബലപ്പെടുത്തണമെന്നുള്ള അഭിപ്രായമുള്ള ആളല്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് ആവശ്യമായ രോഗികളുടെ സംരക്ഷണത്തിനും ചികിത്സയ്ക്കുമുള്ള സംവിധാനം ഉണ്ടാകണം. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം. അവിടെ രോഗികൾ വന്നാൽ ആ മെഡിക്കൽ കോളേജിൻ്റെ അരക്ഷിതാവസ്ഥ മുഴുവൻ മാറ്റണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഒരു മെഡിക്കൽ കോളേജ് ഇവിടെ വരുന്നതിന് എന്തിനാണ് എതിർക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. CPM ജില്ലാ സെക്രട്ടറി നാസറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടു. ഹരിപ്പാട്ടെ CPMകാരുടെ അഭിപ്രായം അറിഞ്ഞാണോ അപ്പോൾ ഇത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം നേരത്തെ തന്നെ അല്ല, അതല്ല ബഡ്ജറ്റിൽ ഇപ്പം നമ്മളെല്ലാം അങ്ങനെ ഒരു മെഡിക്കൽ കോളേജുകൾക്ക് മൊത്തത്തിൽ തുക അനുവദിക്കുമോ? ഇപ്പം തന്നെ ഹരിപ്പാട് മെഡിക്കൽ കോളേജ്, കാസർഗോഡ് മെഡിക്കൽ കോളേജ്, ഇടുക്കി മെഡിക്കൽ കോളേജ് എന്നിവയ്ക്കെല്ലാം കൂടി 100 കോടി എന്നാ പറയാം. അതിൻ്റെ ബഡ്ജറ്റിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കിയാൽ കേരളത്തിൽ നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി വേറെ പണം ഉണ്ടാവും. അത് ലംസമായിട്ടാണ് വരുന്നത്. അല്ല ഓരോ മെഡിക്കൽ കോളേജിന് എടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ബഡ്ജറ്റിലുണ്ടോ, ലംസമായിട്ട് കൊടുക്കാറുണ്ട്.